துணைத் தலைவர் அவர்களுக்கும் என்னுடைய நன்றி. உங்களுடைய பணிகள் சிறக்கட்டும். மீண்டும் என்னுடைய வாழ்த்துக்களை தெரிவித்துக் கொள்கிறேன். நன்றி, வணக்கம். வெல்க தமிழ், வாழ்க தமிழ்நாடு. மக்களை பிரிக்கும் சனாதானம் நிச்சயம் ஒழிக்கப்பட வேண்டும். നന്ദി, വണക്കം. നമസ്തേ. ഇന്ന് തമിഴ്നാട് നിയമസഭയിൽ സംസാരിക്കവേ സ്വജനപക്ഷപാതത്തിൽ നിന്ന് മതം മാറിയ ഉദയനിധി സ്റ്റാലിൻ പ്രഖ്യാപിച്ചു സനാതനത്തെ ഉന്മൂലനം ചെയ്യണം. ക്രിസ്ത്യൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് കൂപ്പുകകളോടെ അത് സ്വീകരിച്ചു. ഇത് തികച്ചും വെറുപ്പുളവാക്കുന്നതും ഭയാനകവുമാണ്. 1.2 ബില്യൺ ഹിന്ദുക്കൾക്ക് നേരെയുള്ള നഗ്നമായ അപമാനം. ജനാധിപത്യത്തിന്റെ ക്ഷേത്രത്തിൽ പോലും ഇപ്പോൾ സനാതന ധർമ്മത്തിനെതിരായ അപമാനം നടക്കുന്നു. ഈ ആളുകൾ ഹിന്ദുക്കളെ ആഴത്തിൽ വെറുക്കുന്നു. പക്ഷേ അവരുടെ വിദ്വേഷം മുസ്ലിങ്ങൾക്കെതിരായുള്ള യാത്ര തുറന്നതായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവരുടെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ വിദ്വേഷം വ്യക്തമായി കാണാം. തമിഴ്നാട്ടിൽ വീണ്ടും വിവാദങ്ങൾക്ക് വഴിവെച്ച് മന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള പരാമർശം. ഇന്ന് തമിഴ്നാട് നിയമസഭയിൽ സംസാരിക്കവേ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന നിലപാട് ആവർത്തിച്ചാണ് ഉദയനിധി സ്റ്റാലിൻ രംഗത്തെത്തിയത്. ഇതോടെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ ശക്തമായ പ്രതികരണങ്ങളാണ് ഉയരുന്നത്. ഹിന്ദു സംഘടനകളും BJP നേതാക്കളും പ്രസ്താവനയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ വിശ്വാസത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശമാണിതെന്ന് അവർ ആരോപിക്കുന്നു. மீண்டும் என்னுடைய வாழ்த்துக்களை தெரிவித்துக் கொள்கிறேன். நன்றி, வணக்கம். வெல்க தமிழ், வாழ்க தமிழ்நாடு. மக்களை பிரிக்கும் சனாதானம் நிச்சயம் ஒழிக்கப்பட வேண்டும். நன்றி, வணக்கம். നിയമസഭ പോലുള്ള ജനാധിപത്യ വേദിയിൽ ഒരു മതപരമായ ആശയങ്ങൾക്കെതിരെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. സനാതനധർമ്മം ഒരു ജീവിത ദർശനവും സംസ്കാര പാരമ്പര്യവുമാണെന്ന് അതിനെ ഇല്ലാതാക്കണമെന്ന് പറയുന്നത് മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണെന്നും പ്രതിഷേധകർ പറയുന്നു. അതേസമയം തന്റെ മുൻ നിലപാടിൽ നിന്നാണ് താൻ സംസാരിച്ചതെന്നും സാമൂഹിക അസമത്വങ്ങൾക്കെതിരായ വിമർശനമായിട്ടാണ് പ്രസ്താവനയെ കാണേണ്ടതെന്നുമാണ് DMK വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. എന്നാൽ ഈ വിശദീകരണം വിവാദം ശമിപ്പിച്ചിട്ടില്ല. സാമൂഹിക മാധ്യമങ്ങളിൽ വിഷയത്തിൽ കടുത്ത ചർച്ചകൾ തുടരുകയാണ്. ഒരു വിഭാഗം ഉദയനിധി സ്റ്റാലിന്റെ പരാമർശത്തെ ശക്തമായി എതിർക്കുമ്പോൾ മറ്റൊരു വിഭാഗം അത് സാമൂഹിക ചിന്താഗതിക്കെതിരായ വിമർശനമായി വിലയിരുത്തുന്നു. ഇതിനിടെ പ്രതിപക്ഷ പാർട്ടികൾ വിഷയത്തിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നിലപാട് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ വിവാദം കൂടുതൽ ചൂടുപിടിക്കാനാണ് സാധ്യത. മതവിശ്വാസങ്ങളെയും സാമൂഹിക ചിന്തകളെയും ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ രാജ്യത്ത് വീണ്ടും ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഉദയനിധി സ്റ്റാലിന്റെ ഈ പരാമർശം ദേശീയ തലത്തിലും ശ്രദ്ധ നേടുന്നത്.